ദ പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈം. എന്താണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈം എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ ബോഡിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നതിനെയാണ് ലാഗ് ടൈം എന്ന് പറയുന്നത്. നാം ഹീൽ ചെയ്യുമ്പോൾ, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എനർജി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം അത് ഊർജ്ജ ശരീരത്തിലാണ് പ്രകടമാവുക. അത് കഴിഞ്ഞ് ഗ്രാജ്വലി അത് ഫിസിക്കൽ ബോഡിയിലേക്ക് അതിൻ്റെ മാറ്റം കൊണ്ടുവരും. ഇതിനെയാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈം എന്ന് പറയുന്നത്. റിഫൈൻഡ് ആയിട്ടുള്ള ബോഡിയിലുള്ള ആളുകൾക്ക് പലപ്പോഴും ഉടനെ തന്നെ മാറ്റം, എനർജി ബോഡി ഹീലാവുന്നതോടുകൂടി തന്നെ ഫിസിക്കൽ ബോഡിക്ക് ഹീലാവുന്നതും കാണാം. പിന്നെ നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമോഷനുകൾ, നാം ഇടപെടുന്ന ആളുകൾ, ട്രാൻസ്ഫറൻസ് ഓഫ് എനർജിയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം. അപ്പോൾ നാം ഇടപെടുന്ന ഏത് വിവിധ രീതിയിലുള്ള ആളുകളായിട്ട് ഇടപെടുമ്പോൾ അവരുടെയൊക്കെ എനർജി അവബോധം നമ്മുടെ എനർജിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പല ഗ്രോസ് എനർജി ബോഡിയും നമ്മുടെ ഊർജ്ജ ശരീരത്തിലും ചക്രകളിലും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്ത് അത് പോയതിന് ശേഷം ഗ്രാജ്വലിയാണ് എനർജി ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കടന്ന് പോവുകയുള്ളൂ. ഊർജ്ജ ശരീരത്തെ ക്ലൻസ് ചെയ്ത് കഴിഞ്ഞ് ക്ലീനിങ് ചെയ്ത് അതിനുശേഷം ഫിസിക്കൽ ബോഡിയിലേക്ക് പോയി അവിടെയുള്ള രോഗത്തെ എടുക്കാനുള്ള കുറച്ച് സമയം എടുക്കും. സാധാരണ ബോഡിക്ക് റിഫൈൻഡ് ആണെങ്കിൽ ഊർജ്ജ ശരീരത്തിൽ അധികം സമയം ചെലവഴിക്കേണ്ടി വരില്ല. മറ്റേത് നമ്മുടെ സഹവാസം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ചിന്തകളുടെ രീതി, അപ്പോൾ അതൊക്കെ നമ്മുടെ ഊർജ്ജ ശരീരത്തെ സ്വാധീനിക്കുകയും അതിൽ പലതരത്തിലുള്ള ഇന്നർ നോയ്സുകൾ ധാരാളം കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ നാഡികൾ, മെറിഡിയനുകൾ ഒക്കെ കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ അഴുക്കുകളെ, ഡിസീസ്ഡ് എനർജികളെ എടുത്തു കളയേണ്ടതുണ്ട്. അപ്പോൾ അത് എടുത്തു കളയാൻ കുറച്ച് സമയം എടുക്കും ഊർജ്ജ ശരീരത്തിലുള്ളത്. അത് എടുത്തു കളയാനെടുക്കുന്ന സമയത്തിന് പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്കൽ ബോഡിയിലേക്ക് എനർജിയെ കൊണ്ടുപോയി അവിടെ നിന്ന് എടുത്ത് ക്ലീനിങ് ചെയ്ത് എനർജി പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് രണ്ട് പ്രോസസ്സും ഒരേ സമയത്ത് തന്നെ നടക്കില്ല. ആദ്യം എനർജി ബോഡി ക്ലീനാവും, പിന്നെ ഫിസിക്കൽ ബോഡി ക്ലീനാവും. അത് കഴിഞ്ഞ് എനർജി കൊടുക്കുന്ന സമയത്ത്, ഹീലിംഗ് നടക്കുന്ന സമയത്ത് എനർജി ബോഡിയിൽ ത്രൂ ആണ് ഫിസിക്കൽ ബോഡിയിലേക്ക് പോവുക. അപ്പോൾ എനർജി ബോഡി പെട്ടെന്ന് തന്നെ ഹീലാവും. പ്രത്യേകിച്ച് ഈ റഫ് ഗ്രോസ് ബോഡിയുള്ള ആളുകൾക്ക് അത് പോയി കടന്നു ചെന്ന് ഫിസിക്കൽ ബോഡിയിലേക്ക് എത്തി അവിടെ ഹീലാവാൻ എടുക്കുന്ന സമയത്തെ ദ ലാഗ് ടൈം എന്ന് നമുക്ക് പറയാം. അതുപോലെ പേഷ്യൻറ്റിൻ്റെ റിസെപ്റ്റിവിറ്റി ഇതിൽ വളരെ പ്രധാനമാണ്. നേരത്തെ പറഞ്ഞ വീഡിയോയിലുള്ള പോലെ അത് സ്വീകരിക്കുന്ന രീതി, അവരത് ആ വിശ്വാസത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കുന്ന രീതി ഈ ക്ലീനിങ്ങിനെയും എനർജൈസ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ മുറിവ്, ഡാമേജ് എത്രമാത്രം ഉണ്ട്, എത്രമാത്രം രോഗം ബാധിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് അത് ക്ലീനിങ് ചെയ്ത് അവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക തലത്തിൽ എനർജിയെ കൊണ്ടുപോയി ക്ലീൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേക നിറങ്ങൾ ഉപയോഗിച്ച് ആ ഭാഗത്തെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് എനർജി കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനും കുറച്ച് സമയം എടുക്കും. കാലപ്പഴക്കമുള്ള അസുഖങ്ങളൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ പ്രായം കൂടുതലാവുമ്പോൾ ഒക്കെ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ഹീൽ ചെയ്യുമ്പോൾ അവർക്കൊക്കെ ചെറിയ അളവിലുള്ള എനർജി പ്രൊജക്ഷൻ ചെയ്തിട്ട് ക്ലീനിങ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എനർജി കൊടുക്കുമ്പോഴും രോഗം കൂടുതൽ ബാധിച്ചിട്ടുള്ള ആളുകളെ ഒക്കെ ഗ്രാജ്വലി കുറച്ച് എനർജി കൊടുത്ത് ക്ലീനിങ് ചെയ്ത് അവിടെ കുറേശ്ശെ എനർജി കൊടുത്തിട്ടാണ് ഹീൽഡ് ആക്കേണ്ടത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈം എന്ന് പറയുന്നത് രോഗം മാറാൻ എടുക്കുന്ന കുറച്ച് സമയത്തെയാണ് ലാഗ് ടൈം. ഉടനെ തന്നെ ഹീലിംഗ് നടന്നില്ലെങ്കിലും അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഹീലായി വരുന്നത് കാണാം. അപ്പോൾ ഇത് ചെയ്ത ഉടനെ തന്നെ ഒന്നും മാറ്റമില്ലല്ലോ എന്ന് പറയുന്നത്
അവർക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പോൾ പേഷ്യൻറ്റിന് ഇതൊന്ന് വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അവരുടെ ഇമോഷൻസ്, ഇതൊക്കെ പലതരത്തിലുള്ള സൈക്കിക് എലമെൻറ്റുകളായി എൻറ്റിറ്റീസായിട്ടൊക്കെ ഉള്ളിൽ തന്നെ ഇന്നർ നോയ്സുകളായിട്ട് എനർജി ബോഡിയിൽ ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ എടുത്തു കളയാൻ എടുക്കുന്ന സമയവും കൂടെ കാണേണ്ടതുണ്ട്. ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനായിട്ട്, രോഗം മാറ്റിയെടുക്കാനായിട്ട് അറിയേണ്ടത്, ഒരു ബീയിങ്ങിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ മനുഷ്യനായാലും വേറെ ജീവജാലങ്ങളായാലും ഒക്കെ, ആദ്യം ആ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്ഡ് ആയിട്ടുള്ള എനർജിയെ അവിടെ നിന്ന് റിമൂവൽ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എനർജി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ അതൊരു ഓണിയൻ പോലെ ഇങ്ങനെ ലെയറായിട്ടാണ് കിടക്കുന്നുണ്ടാവുക, പല കാലഘട്ടങ്ങളായിട്ട് അടിഞ്ഞുകൂടിയ അഴുക്കുകൾ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഗ്രാജുവലി എടുത്ത് മാറ്റി ഗ്രാജുവലിയാണ് നമുക്ക് എനർജി കൊടുത്ത് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറേ കാലപ്പഴക്കമുള്ള രോഗങ്ങളാണെങ്കിൽ, പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അതിങ്ങനെ അക്യൂമുലേറ്റഡ് ഫോമിൽ ലെയറായിട്ട്, ഓണിയൻ പോലെ ലെയറായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോ ലെയറുകളെയും എടുത്ത് മാറ്റി അവിടെ ശുദ്ധമായ എനർജി കൊടുത്ത്, അടുത്ത ലെയർ മാറ്റി ശുദ്ധമായ എനർജി കൊടുത്ത് രോഗത്തെ നമുക്ക് ഗ്രാജുവലിയാണ് മാറ്റാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക് 12 ദിവസത്തേക്ക് ഡോക്ടർ എഴുതി തന്നത് 12 ഒരുമിച്ച് കഴിച്ച് പെട്ടെന്ന് രോഗം മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ. അത് ഓരോ ദിവസം കഴിക്കേണ്ട ഡോസിൽ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഹാംഫുള്ളാവും, നമ്മുടെ ബോഡി ഇഞ്ചേർഡ് ആവും അല്ലേ. അതുപോലെ തന്നെയാണ് എനർജിയും, അതേപോലെ തന്നെ വളരെ ശക്തമാണ് എനർജിയും. എനർജി കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും ഒരു അളവിൽ, ഇപ്പോൾ ഒരു ആളുടെ കയ്യിലെ എല്ല് പൊട്ടി എന്ന് കരുതുക. എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ എന്താ ചെയ്യുക? ഡോക്ടേഴ്സ്, ഓർത്തോ സർജന്മാർ അവിടെ സ്റ്റീലോ അല്ലെങ്കിൽ പ്ലാറ്റിനം ഇതോ ചെയ്യും അല്ലേ. പ്ലാറ്റിനല്ല, ടൈറ്റാനിയം ഫിക്സേഷൻ നടത്തും അവിടെ. അപ്പോൾ അത് ഉണങ്ങണതിൻ്റെ മുമ്പ്, അത് ജോയിൻ്റായിട്ട് സിമെൻറ്റിങ് ആവണതിൻ്റെ മുമ്പ് തന്നെ അതെടുത്താൽ എന്തുണ്ടാവുക? വീണ്ടും ഡിസ്ലൊക്കേറ്റഡ് ആവും. ആ പൊട്ടിയ ഭാഗം വീണ്ടും അഴിഞ്ഞു പോകുന്ന പോലെ തന്നെ അതിനെടുത്തു മാറ്റാൻ ചീത്തകൾ കൊണ്ടായിരിക്കും നിലനിൽക്കുക. പലപ്പോഴും ഈ അഡിക്ഷനൊക്കെ ഉള്ള ആളുകൾ, സിഗരറ്റ് വലിയൊക്കെ ഉള്ള ആളുകളുടെ പെട്ടെന്ന് കംപ്ലീറ്റ് ആ ചീത്തകളെ എടുക്കുമ്പോൾ അവർ വല്ലാത്തൊരു സിംപ്റ്റത്തിലേക്ക്, വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അതിനെ ഗ്രാജുവലി എടുത്തു കളഞ്ഞ് അതിന് പകരം എനർജി കൊടുത്ത്, മരുന്ന് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, അതിനെ ഒഴിവാക്കിയിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെടുക്കുന്ന സമയത്തിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രാണചികിത്സയിൽ, പ്രാണവിദ്യയിൽ അവരുടെ എനർജി ബോഡി പരുക്കനാണെങ്കിൽ, ശുദ്ധമല്ലെങ്കിൽ, ഉദാഹരണം ഒരു പഞ്ഞി മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പപ്പായ മരത്തിൻ്റെ നമുക്ക് സ്റ്റെമ്മ് വെട്ടിമുറിക്കാൻ എളുപ്പമല്ലേ, അതിന് മുറിവ്. അതുപോലെ തന്നെ ഒരു തേക്ക് മരത്തമ്മ നമ്മൾ വെട്ടുകയാണെങ്കിലോ അതൊക്കെ കുറേ സമയം വെട്ടിയാലേ ഉള്ളിലേക്ക് പോവുള്ളൂ. അതേപോലെ തന്നെയാണ് പരുക്കൻ ഊർജ്ജം നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് തിക്കായിട്ട് നിൽക്കുന്ന, ഇവിടെ നെഗറ്റീവായിട്ടുള്ള ഡിസീസ്ഡായിട്ടുള്ള തിക്നെസ്സാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് എനർജി കടന്നു ചെന്ന് ഫിസിക്കൽ ബോഡിയെ ട്രീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈം എന്ന് പറയുന്നത്. അതിന് രോഗത്തിൻ്റെ കാലപ്പഴക്കവും പേഷ്യൻറ്റിൻ്റെ റിസപ്റ്റിവിറ്റിയും മുറിവും ഫ്രാക്ചറും അതുപോലെ തന്നെ എത്രമാത്രം അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ വേദന, ലോങ് ടൈം ഡിസീസുകൾക്ക് ഒക്കെ, ക്രോണിക് പെയിനുകൾക്കൊക്കെ നമുക്ക് ഹീൽ ചെയ്ത് അവിടുത്തെ ചീത്ത ഊർജ്ജങ്ങളെ കളഞ്ഞ് സ്വാന്തനം കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ശ്രദ്ധിക്കേണ്ടത്, പേഷ്യൻറ്റിനോട് ഈ പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈമിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ഒക്കെ പ്രതീക്ഷിച്ച് വരിക, മറ്റു പല സ്ഥലങ്ങളിലും ചികിത്സകൾക്കൊക്കെ പോയിട്ട് ആയിരിക്കും അവർ അവസാനമാണ് ഹീലർ അന്വേഷിച്ചിട്ട് വരിക. മോസ്റ്റ്ലി ഞാനങ്ങനെ പറയുന്നു എന്ന് മാത്രം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അവർ വരുമ്പോൾ അവരൊരു ദിവസം കൊണ്ട് ഇതെന്തോ അത്ഭുതം, മിറാക്കിൾ ചെയ്യുന്ന പോലെയാണ് ഹീലറുടെ അടുത്ത് വരെ. ഇതൊരു ശാസ്ത്രമാണ്, ഇതൊരു സയൻസാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധ്യം പലർക്കും
അത് മനസ്സിലാവില്ല. അപ്പോൾ ഇതെന്തോ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന പോലെയാണ്, അതുപോലെയാണ് ആളുകൾ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെയല്ല, ആക്ച്വലി ദിസ് ഇസ് എ സയൻസ് റിലേറ്റഡ് വിത്ത് ക്വാണ്ടം ഫിസിക്സ്, ക്വാണ്ടം തിയറി. അപ്പോൾ ഇത് ജീവജാലങ്ങളെല്ലാമുള്ള സ്ഥലത്തുള്ള പ്രാണ കൊണ്ട് ജീവിക്കുന്ന പ്രാണയെ എടുത്തുകൊണ്ട്, നാം ജീവിക്കുന്നത് പോലെ തന്നെ പ്രാണയെ എടുത്തുകൊണ്ട് ചികിത്സ ചെയ്യുകയാണ്. ചീത്ത ഊർജ്ജങ്ങളെ എടുത്തു കളഞ്ഞ് ഡിസീസ്ഡ് ആയിട്ടുള്ള എനർജിയെ അവിടെ നിന്ന് എടുത്തു മാറ്റി അവിടെ ശുദ്ധമായ എനർജിയെ കൊടുക്കുമ്പോൾ ശരീരത്തിന് അല്ലെങ്കിൽ ആ രോഗത്തിന് എത്രമാത്രം കാലപ്പഴക്കമുണ്ടോ, എത്രമാത്രം അതിന് ആഴമുണ്ടോ എന്നുള്ളതിനനുസരിച്ച് അത് ക്ലീനായി അവിടെ എനർജൈസ്ഡ് ആവാൻ എടുക്കുന്ന സമയത്തെ ദ പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈം എന്ന് പറയുന്നു. ഒന്നുകൂടെ പറയാം, പേഷ്യൻസിനോട് അവർ മാറിയില്ലല്ലോ, ഒരു തവണ ചെയ്യുമ്പോഴേക്കും കംപ്ലീറ്റ് മാറുമെന്നുള്ള വിചാരത്തിലാണ് അവർ വരിക. അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ഇതിന് അതിൻ്റെതായ സമയമെടുക്കുമെന്ന്. നമുക്ക് ചെയ്യാനുള്ളത് നാം മികച്ചതായിട്ട് ചെയ്യുക, ക്ലീനിങ് നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന അളവിൽ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ എനർജി സഫീഷ്യൻ്റായിട്ട് കൃത്യമായി സ്കാൻ ചെയ്ത് നോക്കി എനർജി കൊടുക്കുക, ദെൻ സ്റ്റെബിലൈസ് ചെയ്യുക. അങ്ങനെ എത്രയും വേഗം അവരുടെ അസുഖം മാറട്ടെ എന്നുള്ള താല്പര്യത്തോടു കൂടി ഹീല് ചെയ്യുക. ഹീലിംഗ് വളരെ ഇഫക്റ്റീവ്ലി നടക്കുന്നത് കാണാം. സർവേശ്വരൻ്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം എപ്പോഴും ഹീലിംഗ് ചെയ്യുന്ന ആളുകളുടെ കൂടെ ഉണ്ടായിരിക്കും. ഹീലിംഗ് ഏഞ്ചലിക് ബീയിങ്ങുകളുടെ പവർ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. സത്യമായ നിത്യമായ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിനൊരു വലിയ സത്യത്തിൻ്റെ ശക്തി, നന്മയുടെ ശക്തി എപ്പോഴും ഹീലറുടെ കൂടെ ഉണ്ടായിരിക്കും. ദ പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈം. താങ്ക് യു ഫോർ ലിസണിങ് മീ. ഐ എം രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ, പ്രാണവിദ്യ ഹീലിംഗ് സ്കൂൾ ഓഫ് ഹീലിംഗ് തൃശ്ശൂർ. ഞാൻ MSCKSൻ്റെ മഹാത്മാ ച്വാക്കോക്സിയുടെ സ്റ്റുഡൻ്റാണ്. മാ ഷാർലറ്റിൻ്റെയും. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമസ്തേ.